നമസ്കാരം. ഭൂമിയുടെ ഉപരിതലം കട്ടിയുള്ളതും സ്ഥിരതയുള്ളതുമായി നമുക്ക് തോന്നുമെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ സജീവമായ ചലനങ്ങളും മാറ്റങ്ങളും നിരന്തരം നടക്കുന്നുണ്ട്. ഭൂമിയുടെ പുറന്തോടിന് താഴെ സ്ഥിതി ചെയ്യുന്ന മാന്റിൽ എന്ന പാളിയിൽ ദ്രാവകാവസ്ഥയിലുള്ള പാറകളും ധാതുക്കളും അതിമന്ദഗതിയിൽ സംവഹന പ്രവാഹങ്ങളായി ചുറ്റിക്കറങ്ങുന്നുണ്ട്. ടെക്ടോണിക് പാളികളുടെ ചലനത്തിന് കാരണമാകുന്ന ഈ പ്രവാഹങ്ങൾ കേവലം പാളികളെ നീക്കുക മാത്രമല്ല, മാന്റിലിൻ്റെ ഉൾഭാഗത്തെ തന്നെ വലിച്ചു നീട്ടുകയും രൂപഭേദം വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ശാസ്ത്രലോകത്ത് വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ, അതായത് മാന്റിലിൻ്റെയും കാമ്പിൻ്റെയും അതിർത്തിയിൽ നടക്കുന്ന അദൃശ്യമായ ഈ രൂപമാറ്റങ്ങളെക്കുറിച്ച് പുതിയൊരു പഠനം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ദ സിസ്മിക് റെക്കോർഡ്സ് എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ ഗവേഷണ പ്രബന്ധം ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ തിരുത്തിക്കുറിക്കുന്നതാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഉൾക്കാമ്പിലേക്ക് ആഴ്ന്നിറങ്ങിയ പുരാതന ടെക്ടോണിക് പാളികൾ മാന്റിലിൻ്റെ ആഴത്തിലുള്ള രൂപമാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. കാലങ്ങളായി ശാസ്ത്രജ്ഞർ ഇത്തരമൊരു ബന്ധത്തെക്കുറിച്ച് സംശയിച്ചിരുന്നു എങ്കിലും ആഗോളതലത്തിൽ ഈ പ്രതിഭാസത്തിൻ്റെ ചിത്രം ആദ്യമായാണ് വ്യക്തമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിലുള്ള കോർ മാന്റിൽ അതിർത്തിക്ക് തൊട്ടുമുകളിലുള്ള പാളിയുടെ 75% ഭാഗം ഗവേഷകർ ഈ പഠനത്തിനായി വിശകലനം ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലിയിലെ ജൊനാഥൻ വോൾഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് ഈ വിപുലമായ പഠനം നടത്തിയത്. ലോകമെമ്പാടുമുള്ള 24 ഡാറ്റാ സെൻറ്ററുകളിൽ നിന്ന് ശേഖരിച്ച 16 ദശലക്ഷത്തിലധികം സിസ്മോഗ്രാഫുകൾ ഉപയോഗിച്ചാണ് ഇവർ ഒരു ആഗോള മാപ്പ് തയ്യാറാക്കുന്നത്. ഇത്രയും വലിയൊരു വിവരശേഖരം ഇതിനു മുമ്പ് ഭൂമിയുടെ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഷിയർ തരംഗങ്ങളുടെ സ്വഭാവം വിശകലനം ചെയ്തുകൊണ്ടാണ് ഗവേഷകർ ഈ വിവരങ്ങൾ കണ്ടെത്തിയത്. ഈ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന ദിശയും വേഗതയും അവ കടന്നുപോകുന്ന മാന്റിലിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ച് മാറുന്നു. സിസ്മിക് അനൈസ്ട്രോപ്പി എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം മാന്റിലിലെ രൂപമാറ്റങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട്. ഈ പഠനത്തിൻ്റെ ഫലങ്ങൾ കാണിക്കുന്നത് പഠന വിധേയമാക്കിയ പ്രദേശങ്ങളിൽ 2 ഭാഗത്തും ഇത്തരം രൂപമാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. പുരാതനമായ ടെക്ടോണിക് പാളികൾ താഴേക്ക് ആഴ്ന്നിറങ്ങിയ മേഖലകളിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് എന്നത് ഗവേഷകർക്ക് അത്ഭുതമായിട്ടില്ല എങ്കിലും ഇത്രയും വലിയൊരു തോതിലുള്ള തെളിവുകൾ ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ഈ പാളികൾ എന്തിനാണ് ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തുന്നത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ പാളികൾ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ അവയിൽ നിലനിന്നിരുന്ന പഴയ പ്രത്യേകതകൾ അവിടെയും തുടരുന്നതാകാം ഒരു കാരണം. എങ്കിലും കൂടുതൽ സാധ്യതയുള്ളത് ഈ പാളികൾ മാന്റിലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കഠിനമായ മർദ്ദവും ചൂടും കാരണം അവയിലെ ധാതുക്കൾക്ക് മാറ്റം വരുന്നു എന്നതാണ്. ഈ പ്രക്രിയ മാന്റിലിൻ്റെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ പുതിയൊരു ഘടന സൃഷ്ടിക്കാൻ കാരണമാകും. എല്ലാ മേഖലകളിലും ഇത്തരം സിഗ്നലുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും അവിടെയൊന്നും രൂപമാറ്റങ്ങൾ നടക്കുന്നില്ലെന്ന് ഇതിനർത്ഥമില്ലെന്ന് ഗവേഷകർ ഓർപ്പിക്കുന്നു. നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് കണ്ടെത്താൻ കഴിയാത്തത്ര ദുർബലമായ സിഗ്നലുകൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാകാം. ഭൂമിയുടെ അഗാധമായ ഉള്ളറകളെക്കുറിച്ചുള്ള ഈ അറിവുകൾ ഭാവിയിലെ കൂടുതൽ ഗവേഷണങ്ങൾക്ക് വലിയൊരു അടിത്തറയാണ് നൽകുന്നത്. ഈ ഡാറ്റാ ശേഖരം ഒരു നിധി പോലെയാണ് എന്നും വരും കാലങ്ങളിൽ മാന്റിലിലെ ഒഴുക്കിൻ്റെ ദിശയെക്കുറിച്ചും ഭൂമിയുടെ അഗാധമായ ഉള്ളറകളെക്കുറിച്ചുള്ള ഈ അറിവുകൾ ഭാവിയിലെ കൂടുതൽ ഗവേഷണങ്ങൾക്ക് വലിയൊരു അടിത്തറയാണ് ഒരുക്കുന്നത്. ഈ ഡാറ്റാ ശേഖരം ഒരു നിധി പോലെയാണെന്നും വരും കാലങ്ങളിൽ മാന്റിലിലെ ഒഴുക്കിൻ്റെ ദിശയെക്കുറിച്ചും ഭൂമിയുടെ ഉള്ളറകളിൽ നടക്കുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇത് സഹായിക്കുമെന്നും ഗവേഷകർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കാൽക്കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദമായ വിപ്ലവം നമ്മുടെ ഗ്രഹത്തിൻ്റെ ചരിത്രത്തെയും ഭാവിയും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ TV.